സുരഭിക്ക് ബേസിക്കലി ഒരു സുരഭിയെ കാണുമ്പോൾ എപ്പോഴും കണ്ണിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും എപ്പോഴും ഉള്ളൊരു ഒരു പെർപ്പച്വൽ ആയിട്ടുള്ള ഒരു സ്ഥായി എലിമെൻ്റ് എന്ന് പറയുന്നത് കുറുമ്പാണ്. ആൻഡ് ഞാൻ ഏതോ ഇൻ്റർവ്യൂവിൽ കണ്ടിരുന്നു കുട്ടിക്കാലത്ത് ഭയങ്കര കുറുമ്പിയായിരുന്നു. അതെ. ഏറ്റവും വലിയ തരികയുടെ പരിപാടി എന്താണ് ഒപ്പിച്ചത്? ഒന്നായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഒന്നായിട്ടൊന്നല്ല, കുറേ ഉണ്ട്. ഒന്നായിട്ടൊന്നും അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടം പോലെ എന്ന് പറയേണ്ടി വരും. അത് വെച്ചാൽ ഞാൻ പറയാറുണ്ട്, എന്നെപ്പോലൊരു കുട്ടീനെ എനിക്ക് വളർത്താൻ പറ്റൂല, എന്നെപ്പോലെ ഉണ്ടായിരുന്ന ഒരാൾ. അതായത് എൻ്റെ അമ്മയ്ക്ക് 4ാമത്തെ ആളാണ് ഞാൻ. അപ്പം ഏറ്റവും ഇളയ ആള്. അപ്പം സൗദി കുട്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അച്ഛൻ സൗദി അറേബ്യയിലൊക്കെ കുറേ കാലം നിന്ന് വന്ന് ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം 4ാമത്തെ ആൾ എന്ന് പറയുമ്പോൾ 4 മക്കൾ അവിടെ നിന്ന് അടുത്തൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല. അപ്പം എന്നാ വേണ്ട എന്ന് വിചാരിച്ച് സമയത്താണ് അല്ല, എന്നെ തന്നെ വേണ്ടാന്ന് വെക്കാന്ന് വിചാരിച്ച് പല പല നാടൻ ക്രിയകളൊക്കെ നടത്തി. അങ്ങനെ അമ്മയാണെന്ന് എന്നും തോട്ട് ചാടാൻ പോവും. പിന്നെ എന്താണ് അന്നൊക്കെ അരിയൊക്കെ ഇടിക്കുന്നതൊക്കെ ഇല്ലേ, എല്ലാം ഒരു ഗർഭിണി എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതെല്ലാം ചെയ്തിട്ട് ഉണ്ടായിരുന്നതാണ്. പിന്നെ അമ്മയ്ക്ക് എന്നെ കുറ്റബോധം തോന്നി. ഒരു 7 മാസം കഴിയുമ്പോൾ ഇനി വരുന്നത് വല്ല വികലാംഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ടോ ബുദ്ധിക്ക് പ്രശ്നമൊക്കെ വരുമോ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് ഉള്ളൊരു, പിന്നെ അതുകൊണ്ട് അമ്മ എന്നെ നല്ലോണം സ്നേഹിച്ച് തുടങ്ങി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാനുണ്ടാകുന്നത്. ഉണ്ടായിക്കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു കരച്ചിലുള്ള അല്ലെങ്കിൽ ഇത്രയും സഹിക്കാൻ പറ്റാത്തൊരു ഒരു ക്യാരക്ടർ, ഒരു കുട്ടി. അപ്പം എൻ്റെ ചേച്ചിമാർക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, അവരുടെ പുസ്തകം വലിച്ച് കയറി. അവർ ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഹൈസ്കൂളുള്ളത്. അപ്പോൾ അവിടെയൊക്കെ അവർ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് എന്നെ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ചാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ, ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഇവരുടെയൊക്കെ ഇത്രയും ശല്യമായിട്ട് എൻ്റെ 2 ചേച്ചിമാർ, അവരൊക്കെ ചെറുതാട്ടോ, ഒരാൾ 6ലും ഒരാൾ 8ലും ഒക്കെയാണ്. ഇതിനെ അങ്ങോട്ട് കൊന്നാലോ, അവർ തമ്മിൽ ഒരു ഗൂഢാലോചന. എന്നിട്ട് പറയും നിന്നെ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ചെറുതായി. ഇപ്പോൾ അവർക്ക് ഭയങ്കര തമാശ. എന്നിട്ട് എന്നെ അവിടെ ഒരു ഇടയുണ്ട്, കുമാരേട്ടൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കൊല്ലാൻ വേണ്ടി വരെ തീരുമാനിച്ചു. കൊണ്ടുപോയപ്പോൾ ചെറിയ ചേച്ചി ചോദിച്ച് ഇപ്പോൾ കൊല്ലണോ? അപ്പോൾ മറ്റവൾക്കും കൊല്ലണം എന്നില്ല, മൂത്താൾക്കോ വേണ്ട ഇപ്പോൾ കൊല്ലണ്ട, നാളെ ഒന്ന് നോക്കിയിട്ട് കൊല്ലാം, കാരണം രണ്ടാൾക്ക് താല്പര്യമൊന്നുമില്ല. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ ഒരു കവുങ്ങും തോട്ടം, അത് കഴിഞ്ഞാൽ ഒരു ചെറിയ തോട്, പിന്നെ ഫുൾ പാടത്തിൻ്റെ അപ്പുറത്ത് തോടിൻ്റെ അക്കരെ റോഡ്, ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. ഇവർ തോട്ടിൽ കുളിക്കാൻ പോകും. തോട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ ഞാനും പിന്നാലെ പോയിട്ട് ഞാൻ ഈ തോട്ട് ഇറങ്ങിയതാക്കുമല്ലോ. അപ്പോൾ അവരെന്നെ തോട്ടിലിട്ടിട്ട് അവിടെ ഒരു വള്ളി പിടിപ്പിച്ച് അവിടെ കിടത്തും. അച്ഛാ 4 വയസ്സൊക്കെ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. 4-5 സ്കൂളിൽ പോയില്ല. 4-5 വയസ്സുണ്ടാവുമായിരിക്കും. ആ വള്ളിയിൽ പിടിച്ച് നിർത്തും. ആ വള്ളിയൊക്കെ വിട്ടു പോയിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും പുഴയിലെത്തി പോയേനെ. ആ വള്ളി പിടിക്കാതെ ഞാൻ നിശ്ചയദാർഢ്യം നോക്കണം നിങ്ങൾ, എനിക്ക് ജീവിക്കാനുള്ള, ജനിച്ചേ ആകൂന്ന്. ഞാൻ ആ വള്ളി പിടിച്ച് ഇവർ കുളിക്കുന്നവരേ വെള്ളത്തിൽ കിടക്കും. പിന്നെ ഞാൻ അധികം വികൃതി കളിച്ച് എന്നെ ഒന്ന് മുക്കി അവിടെ വെക്കും. അങ്ങനെയൊക്കെ. പക്ഷെ അവരെന്നെ നല്ലോണം നോക്കിയിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എന്തൊക്കെ തമാശയാണെങ്കിലും അങ്ങനെയുള്ള ഒരിതാണ്. അത് അങ്ങനെ ആയില്ലാണ് ഈ കോഴിക്കുഞ്ഞൊക്കെ വന്നു പോയത്. ഈ അവരോടുള്ള ദേഷ്യമായിരിക്കും. അവരോടുള്ള ദേഷ്യമല്ല, അതൊക്കെ എൻ്റെ എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അന്ന് മറ്റേ ഇത് അടിച്ച് കൊല്ലുക, ഇങ്ങനെ അടിച്ചു കൊല്ലുക, നമ്മളെ തേരട്ടേനൊക്കെ അതൊക്കെ ചെയ്യാത്തൊരാരെങ്കിലും ഉണ്ടോ? തേരട്ടേനൊക്കെ അടിച്ച് കൊല്ലുന്നതും, പിന്നെ നമ്മൾ 2 സൈഡിലേക്ക് പോകുന്ന ഉറുമ്പിനെ മുറിച്ച് അവരെ 2 സ്വതന്ത്രരാക്കി വിടുക, അങ്ങനെയൊക്കെ. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊള്ളുക. അത് അങ്ങനെ ഒരു വ്യക്തിയാണ് എന്താ ആനിമൽ ഇൻസ്പെക്ടറോ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ അങ്ങനെ ആഗ്രഹിച്ചത്. ഇത് ഇവർ അതിന്റെ താഴെയൊക്കെ കമന്റ് കണ്ടു, ഇത് സൈക്കോ ആണ്, ഇത്ര ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്. അവർ ചിക്കൻ കറി കൂട്ടിയിട്ടാണ് ഈ കമന്റ് എഴുതുന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് നമുക്ക് അറിഞ്ഞൂടാത്ത പ്രായത്തിൽ ഇത് ഇതുണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് നമ്മൾ ഉണ്ണി PS മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പം ഞാനും ചെയ്തിട്ടുണ്ട്. എന്താ നീ ചെയ്തത്? ഞാൻ അടുത്ത വീട്ടിലെ കോയിനെ ഇങ്ങനെ അങ്ങ് പീച്ചി കഴിഞ്ഞത് ചത്തുപോയോന്ന് എനിക്കറിയില്ല. എന്നിട്ട് ആരും കാണാണ്ടിരിക്കാൻ ഇളനീറിൻ്റെ തൊണ്ടിലിട്ടിട്ട് അവൻ തോട്ടിലേക്ക് എറിഞ്ഞു. ഞാൻ പറഞ്ഞടാ, അത് രക്ഷപ്പെടുമെങ്കിൽ നീ ഇളനീറിൻ്റെ തൊണ്ടിലിട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടാം. അത്രയും ക്രൂരത ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പെട്ടെന്ന് കൊന്നു കളഞ്ഞു.
അങ്ങനെയൊക്കെ അതൊക്കെ നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് അതൊന്നും നമുക്ക് അറിവുള്ള പ്രായത്തിൽ ഞാൻ ഒന്നിനെയും കൊന്നിട്ടോ അങ്ങനെ അതൊന്നും ഒന്നും ചെയ്തിട്ടുള്ള ആളല്ല. എനിക്കത് വേറൊരു രീതിയിൽ ആനിമേഷനൊക്കെ കണ്ട സമയത്ത് എനിക്ക് എന്നെ വിഷമം എന്ത് ക്രൂരതയായിപ്പോയി, മാപ്പ് നൽകണം. ഇപ്പം ഞാൻ കോഴിക്കുഞ്ഞുങ്ങളോട് വളരെയധികം ബഹുമാനത്തിലാണ് പെരുമാറുന്നത്. സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? ഇത്തിരി വലുതായപ്പോൾ ഞാൻ സ്കൂൾ 3-ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴാണ് ശരിക്കും സ്കൂളിലേക്ക് എന്നെ പോകാൻ തുടങ്ങിയത്. അത് നഴ്സറിയിൽ ഞാൻ പോയിട്ടില്ല. നഴ്സറിയിൽ എന്നെ കൊണ്ടാക്കിയപ്പോൾ എൻ്റെ അമ്മേനോട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. കൊണ്ടുവരരുത് ദയവ് ചെയ്ത്, ഉപ്പുമാവോ ഗോതമ്പോ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരരുത്. കാരണം ഞാൻ അമ്മ പോയി കഴിഞ്ഞാൽ നിലത്ത് കിടന്ന് അങ്ങ് ഉരുണ്ട് കരയുക. അപ്പോൾ ഒരാൾ കരഞ്ഞാൽ ആ നഴ്സറിയിൽ എല്ലാ മക്കളും കരയൂലേ. അപ്പോൾ പിന്നെ അവർക്കതൊരു ഭയങ്കര ശല്യമല്ലേ, കൂട്ട നിലവിളിയായപ്പോൾ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ കൊണ്ടുപോയില്ല. പിന്നെ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് എന്നും വയറുവേദനയാണ്. ഒരു 11 മണിയാകുമ്പം മടി കൊണ്ടുള്ള വയറുവേദനയാണ് തുടങ്ങും ഞാൻ. അപ്പോൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ചേച്ചി സുമി ചേച്ചി, അപ്പോൾ അവൾക്ക് ശല്യമാണ്. അപ്പോൾ അവളെ ടീച്ചർ വിളിപ്പിക്കും, സുരഭിക്ക് ഇങ്ങനെ വയറുവേദന ഉണ്ട് എന്നറിയാം. ഓളോ ബാത്റൂമിൻ്റെ അവിടെ കൊണ്ട് എന്നെ നുള്ളിയിട്ട് പറയും എനിക്ക് വയറുവേദന ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പീച്ചി ഇതാക്കും. അപ്പോൾ എന്നിട്ട് എന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടാകും മുമ്പ് വീട്ടിൽ കൊണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1-ലും 2-ലും ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ പോയിട്ടില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട്, പ്രാഥമിക വിദ്യാഭ്യാസത്തിന്. പിന്നെ ഞാൻ 3-ലൊക്കെ എത്തിയതിന് ശേഷമാണ് കുറച്ച് സ്കൂളിലൊക്കെ പോകണം എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ ഉണ്ടായതും സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങിയത്.